കമ്പ് അല്ലെങ്കിൽ പേൾ മില്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള ദോശയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ അരിയോ അവിലോ ഒന്നും ചേർക്കാതെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കിയെടുക്കുകയാണ് മില്ലറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ബാജ്ര, പേൾ മില്ലറ്റ്, കമ്പ് എന്ന് പറയും മലയാളത്തിൽ. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് കമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ആദ്യം കഴുകിയെടുക്കാം. മില്ലറ്റ്സിൽ പൊതുവെ വെള്ളത്തിൽ അലിയുന്ന ഫൈബറുകൾ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3-4 പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിലുള്ള ഫൈബർ കുറേയൊക്കെ ഈ വെള്ളത്തിൽ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് മില്ലറ്റ് പതുക്കെ ഒരു പ്രാവശ്യമേ കഴുകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം കളഞ്ഞ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഇത് കുതിർത്തെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മില്ലറ്റിന് 1/2 കപ്പ് ഉഴുന്ന്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് ഇതും കുതിർത്താനായിട്ട് വെക്കണം. ഈ മില്ലറ്റും ഉഴുന്നും കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 7 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിന് അരച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഉഴുന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർക്കുന്നില്ല, നമ്മൾ ഈ ഉഴുന്ന് മാത്രമാണ് ഞാൻ ചേർക്കണേ. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉഴുന്ന് ഒരുവിധം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇതിലേക്ക് കമ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുതിർത്തെടുത്ത എല്ലാ കമ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്നും കമ്പും സെപ്പറേറ്റ് ആയിട്ട് നന്നായി അരച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ രീതിയിലും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കുറച്ചുള്ളത് കൊണ്ട് മിക്സിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രൈൻഡറിൽ ചെയ്യാവുന്നതാണ്. ഇത് വേണമെങ്കിൽ ഡബിൾ ആക്കിയിട്ട് ചെയ്യാം. അതായത് 3 കപ്പ് മില്ലറ്റും 1 കപ്പ് ഉഴുന്നും വെച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇത് ഏകദേശം ഈ അളവിൽ ഒരു 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ ഈ മാവ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മില്ലറ്റും ഉഴുന്നും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മില്ലറ്റ് വെച്ച് ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാനാണ്. കാരണം മില്ലറ്റ് പുതിയതാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ഇഡ്ഡലി ദോശയിൽ നിന്നും കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്തായാലും ടേസ്റ്റ്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമ്മുടെ ബാറ്റർ നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കോയമ്പത്തൂർ ഇപ്പോൾ ഈ സമയത്ത് നല്ല തണവാണ്. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട്. 7-8 മണിക്കൂർ എടുക്കും പൊന്തി വരാനായിട്ട്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ 7-8 മണിക്കൂർ കഴിഞ്ഞു. ഇവിടെ കുറച്ച് തണവ് കൂടുതലുള്ള കാരണം അത്ര നന്നായിട്ട് പൊന്തിയിട്ടൊന്നുമില്ല മാവ്, എന്നാലും പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഇളക്കി ഇനി നമുക്കിത് വെച്ച് ദോശ തയ്യാറാക്കിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയും ചെയ്തെടുക്കാം. ഇഡ്ഡലിയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കമ്പ് വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ദോശയാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം. മില്ലറ്റിൻ്റെ ദോശയുടെ കൂടെയൊക്കെ ഞാനെപ്പോഴും ചമ്മന്തിക്കാളും കറികളാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ അധികം അറിയില്ല, അവർ കഴിച്ചോളും ധൈര്യമായിട്ട്. നെയ്യ് ഇതുപോലെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശകളും ചെയ്തെടുക്കാം. ഫോക്സ്റ്റൈൽ മില്ലറ്റ് അല്ലെങ്കിൽ തിന ഉപയോഗിച്ചിട്ട് നമുക്കിന്ന് പൂരി തയ്യാറാക്കി നോക്കാം.
ഇതാണ് തിന അല്ലെങ്കിൽ ഫോക്സ്റ്റൈൽ മില്ലറ്റ്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടാണ് ഈ പൂരി തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് വീട്ടിൽ തിന പൊടിച്ചെടുക്കുക എന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതുമാതിരി ഒന്ന് വീട്ടിൽ പൊടിച്ചെടുത്തോളൂ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി കൊണ്ട് ദോശയോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. കാരണം അതിൽ ഗ്ലൂട്ടൻ ഉള്ളത് കൊണ്ടാണ്. മില്ലറ്റിൽ ഗ്ലൂട്ടൻ കുറച്ച് കുറവാണ്. അതുകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പൂരിയിൽ ബൈൻഡിങ്ങിന് വേണ്ടി ഞാനിന്ന് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൊലിയോട് കൂടിയിട്ടുള്ള ഉഴുന്നാണ്. കറുത്ത കളറിലാണ് ഇരിക്കുക. സ്കിൻഡ് ബ്ലാക്ക് ഗ്രാം എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുതിർക്കാണ്ട് നേരെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കഴുകിയെടുത്താൽ പിന്നെ അത് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇതുപോലെ ഒരു ടിഷ്യോ തുണിയോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കണം. ഇതിലത്തെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതുമാതിരി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പൂരിക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തിന പൊടിയാണ്, ഫോക്സ്റ്റൈൽ മില്ലറ്റിൻ്റെ ഫ്ലവർ. ഇതിപ്പോൾ 2 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ഉഴുന്നിൻ്റെ പൊടി, ഇത് 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഓയിൽ ഈ സമയത്ത് ഏതെങ്കിലും തരം അൺറിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ സാധാരണ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ചൂടുവെള്ളമാണെങ്കിൽ ഈ പൂരി നന്നായിട്ട് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം അതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് എനിക്ക് ആവശ്യം വന്നത് ഇത് കുഴച്ചെടുക്കാൻ. നമ്മുടെ പൊടി അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കുറേശ്ശെയായിട്ട്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. ഈ മില്ലറ്റ് പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതായതുകൊണ്ട് ഇത് 6 മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തത്. 1/2 മണിക്കൂർ മാറ്റി വെച്ചാൽ മതിയാവും. നേരെ മറിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണെങ്കിൽ അത് കുതിർത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 6 മണിക്കൂർ നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് ശേഷം വേണ്ടി വരും നമുക്ക് പൂരി തയ്യാറാക്കാൻ. അപ്പോൾ ഇതിനി 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ മില്ലറ്റിൽ ഗ്ലൂട്ടൻ കുറവായതുകൊണ്ട് അത് ഡ്രൈ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ വീണ്ടും എടുത്ത് ഒന്ന് കുഴയ്ക്കാം. ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. എല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും പരത്തിയെടുക്കണം. പരത്തിയെടുക്കാൻ ചപ്പാത്തി തട്ട് ഉപയോഗിച്ചാലും മതി. ചപ്പാത്തി തട്ടും റോളറും യൂസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. അങ്ങനെയാകുമ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നന്നായി പൊടി ചേർത്തിട്ടോ പരത്തിയെടുക്കണം. ഞാനിവിടെ പരത്തിയെടുക്കാൻ പത്തിരി പ്രസ്സാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് പൂരിയുടെ ഓരോ ബോളും വെച്ച് പരത്തിയെടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പൂരി സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. എണ്ണ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയാകുമ്പോൾ പൂരി അധികം എണ്ണ കുടിക്കില്ല. അതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പൊന്തി വരാനായിട്ട്. നന്നായി പൊന്തി ഒന്ന് വന്നിട്ടുണ്ട്. ഇനി മറച്ചിടാം. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ പൂരി തയ്യാറാക്കിയെടുക്കാൻ. ഇങ്ങനെ നമ്മുടെ പൂരി തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പൂരികളും തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണ കഴിക്കുന്ന പൂരിയിൽ നിന്നും കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും മില്ലറ്റിൻ്റെ ആയതുകൊണ്ട്. നമസ്കാരം. ആന്ധ്രാപ്രദേശിലൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്ന ഒരു ദോശയാണ് പെസരട്ടു. ഇത് നമുക്ക് മില്ലറ്റ് ഉപയോഗിച്ചും തയ്യാറാക്കാൻ പറ്റും.
അപ്പോൾ എങ്ങനെയാണ് മില്ലറ്റ് ഉപയോഗിച്ച് പെസറഡ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഞാൻ പെസറഡ് തയ്യാറാക്കുന്നത് വരക് അല്ലെങ്കിൽ കോഡോ മില്ലറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത് കാണുമ്പോൾ ചെറുതായിട്ട് ഒരു ചുവപ്പ് നിറത്തിലേക്കാണ് വരിക. പക്ഷെ നമ്മൾ പോളിഷ്ഡ് മില്ലറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്യുവർ വൈറ്റ് കളറിൽ തന്നെയായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് തന്നെ അൺപോളിഷ്ഡ് മില്ലറ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ അൺപോളിഷ്ഡ് മില്ലറ്റ് നിങ്ങൾക്ക് കിട്ടാറില്ലെങ്കിൽ ഞാൻ വാങ്ങുന്ന ബ്രാൻഡിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇതിന് ചെറുതായി ഒരു ചുവപ്പ് നിറം ഉള്ളത് കൊണ്ട് തന്നെ കഴുകിയെടുക്കുമ്പോൾ വെള്ളം നല്ല ഡാർക്ക് കളറിലായിരിക്കും വരിക. അത് പേടിക്കാനൊന്നുമില്ല, നാച്ചുറലാണ്. ഇനി അതിന് ശേഷം നമ്മളിത് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം. മില്ലറ്റ് കുതിർക്കാൻ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ച വെള്ളമാണെങ്കിൽ ഗുണം കുറച്ചും കൂടിയും കൂടും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ സോക്ക് ചെയ്തെടുത്തു. ഇങ്ങനെ കുതിർന്ന് വരുമ്പോൾ വെള്ളത്തിന് നല്ല തവിട്ട് നിറം കാണാം. അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ദോശയ്ക്ക് അരച്ചെടുക്കാൻ പോകുന്നത്. മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി മിക്സിയുടെ ജാറിലേക്ക് മുളപ്പിച്ച ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 കപ്പ്. ഇനി മുളപ്പിച്ചില്ലെങ്കിലും ചെറുപയർ കുതിർത്തിട്ട് 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. മുളപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണങ്ങൾ കൂടുതൽ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഞാനിപ്പോൾ വരക് കുതിർത്തെടുത്ത വെള്ളം തന്നെയാണ് കുറച്ച് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുന്നത്. ഇനി ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വരകിൻ്റെ മിക്സിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഈ രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിക്കാം. വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ദോശയ്ക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിത് വെച്ച് ദോശ തയ്യാറാക്കിയെടുക്കാം. ദോശത്തട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ചേർത്ത് ദോശ നന്നായി പരത്തിയെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദോശ ഇതുപോലെ നന്നായി മൊരിഞ്ഞു വരുമ്പോൾ പതുക്കെ ഒന്ന് മറച്ചിടാം. നമ്മളിപ്പോൾ ഇത് വരക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇതുപോലെ തന്നെ ചാമ അല്ലെങ്കിൽ കവതപ്പൊല്ല് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. മില്ലറ്റ്സിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മില്ലറ്റുകളാണ് തിനയും ബ്രൗൺ ടോപ്പ് മില്ലറ്റും. അപ്പോൾ ഈ 2 മില്ലറ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ പെസറഡ് തയ്യാറാക്കാൻ. ദോശ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഞാനിത് തേങ്ങാ ചമ്മന്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്.